Good morning. Next നമുക്ക് നോക്കാനുള്ളത് some basic definitions ആണ്. ആക്ച്വലി ഈ ഡെഫിനിഷൻ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ ഇതിലത്തെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രോബ്ലത്തിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ഒന്നുകൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ട് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ബേസിക് ഡെഫിനിഷൻസിൽ ഫസ്റ്റ് വൺ ആണ് കോഎഫിഷ്യൻറ്റ് ഓഫ് കംപ്രസിബിലിറ്റി. അപ്പോൾ കോഎഫിഷ്യൻറ്റ് ഓഫ് കംപ്രസിബിലിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ എ സഫിക്സ് ബി എന്നാണ്. അപ്പോൾ അതവിടെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഡിക്രീസ് ഇൻ വോയിഡ് റേഷ്യോ പെർ യൂണിറ്റ് ഇൻക്രീസ് ഇൻ ഇഫക്റ്റീവ് സ്ട്രെസ്. നമുക്കറിയാം ഇഫക്റ്റീവ് സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് എന്തുണ്ടാകുന്നുണ്ടായിരിക്കും, വോയിഡ് റേഷ്യോ റെഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇ വേഴ്സസ് സിഗ്മ ബാർ എന്നൊരു കർവ് പ്ലോട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ലോപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്, കോഎഫിഷ്യൻറ്റ് ഓഫ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് ഈ സിഗ്മ ബാർ കർവിൻ്റെ സ്ലോപ്പാണ് ഈ കോഎഫിഷ്യൻറ്റ് ഓഫ് കംപ്രസിബിലിറ്റി. അപ്പോൾ കോഎഫിഷ്യൻറ്റ് ഓഫ് കംപ്രസിബിലിറ്റി എ വി ഈക്വൽ ടു മൈനസ് ഡി ഇ ഡിവൈഡഡ് ബൈ ഡി സിഗ്മ ബാർ. ഇവിടെ മൈനസ് സൈൻ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് വോയിഡ് റേഷ്യോ കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കർവാണ് നമുക്കവിടെ വരാൻ പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ മൈനസ് സൈൻ എടുക്കുന്നത്. പക്ഷേ നമ്മുടെ കൺവീനിയൻസിന് എ വി എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു കോഎഫിഷ്യൻറ്റ് ഓഫ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. അതിൽ കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ എന്താണത്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങൾ അറിയണം. ഇനി നെക്സ്റ്റ് വൺ ആണ് കോഎഫിഷ്യൻറ്റ് ഓഫ് വോളിയം ചേഞ്ച്. കോഎഫിഷ്യൻറ്റ് ഓഫ് വോളിയം ചേഞ്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, എം വി എന്നാണ് ഡിനോട്ട് ചെയ്യുക. കോഎഫിഷ്യൻറ്റ് ഓഫ് വോളിയം ചേഞ്ച് എന്ന് പറയുന്നത് എന്താ, ഡിഫൈൻഡ് ആസ് ദി വോളിയോമെട്രിക് സ്ട്രെയിൻ പെർ യൂണിറ്റ് ഇൻക്രീസ് ഇൻ ഇഫക്റ്റീവ് സ്ട്രെസ്. ഇഫക്റ്റീവ് സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് വോളിയോമെട്രിക് സ്ട്രെയിനിൻ്റെ വേരിയേഷൻ എന്താണ്, അതിനെയാണ് എന്ത് പറയുന്നത്, കോഎഫിഷ്യൻറ്റ് ഓഫ് വോളിയം ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എം വി എന്ന് പറയുന്നത് കോഎഫിഷ്യൻറ്റ് ഓഫ് വോളിയം ചേഞ്ച്, വി നോട്ട് എന്ന് പറയുന്നത് ഇനീഷ്യൽ വോളിയം, ഡെൽറ്റ വി ചേഞ്ച് ഇൻ വോളിയം ആൻഡ് ഡെൽറ്റ സിഗ്മ ബാർ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇഫക്റ്റീവ് സ്ട്രെസ്. അപ്പോൾ ഇവിടെ ക്ലേസിന് എം വി വാല്യൂ 1 × 10⁻³ to 1 × 10⁻⁴ മീറ്റർ സ്ക്വയർ പെർ കിലോ ന്യൂട്ടൺ എന്നുള്ള റേഞ്ചിലാണ് വരുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ എം വി വാല്യൂസ് എങ്ങനെയൊക്കെ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട കുറച്ച് ഇക്വേഷൻസ് നോക്കാം. നമുക്ക് പ്രോബ്ലത്തിനൊക്കെ ആയിട്ട് ആവശ്യം വരുന്ന ഒരു ഇക്വേഷൻ എം വി ഈക്വൽ ടു എ വി ബൈ 1 + E0. അപ്പോൾ ഈ ഇക്വേഷനൊക്കെ ബോക്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, പഠിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരണം കംപ്രഷൻ ഇൻഡെക്സ്. കംപ്രഷൻ ഇൻഡെക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സി എന്നാണ് ഡിനോട്ട് ചെയ്യുക. സി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ലീനിയർ പോർഷൻ ഓഫ് ദി വോയിഡ് റേഷ്യോ വേഴ്സസ് ലോഗ് സിഗ്മ ബാർ പ്ലോട്ട്. അപ്പോൾ വോയിഡ് റേഷ്യോ വേഴ്സസ് ലോഗ് സിഗ്മ ബാർ പ്ലോട്ടിലെ ലീനിയർ പോർഷൻ എവിടെയാണോ ആ പോർഷൻ്റെ സ്ലോപ്പിനെയാണ് എന്ത് പറയുന്നത്, സി എന്ന് പറയുന്നത്. അപ്പോൾ സി ഈക്വൽ ടു ഇക്വേഷൻ നമുക്കറിയാം മൈനസ് ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ ലോഗ് സിഗ്മ ബാർ ബൈ സിഗ്മ നോട്ട് ബാർ. അതിൽ സിഗ്മ നോട്ട് ബാർ ഇനീഷ്യൽ ഇഫക്റ്റീവ് സ്ട്രെസ്, സിഗ്മ ബാർ ഫൈനൽ ഇഫക്റ്റീവ് സ്ട്രെസ് ആൻഡ് ഡെൽറ്റ ഇ ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ. ഇവിടെയും സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് വോയിഡ് റേഷ്യോ കുറയണമെന്നുള്ളതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ കാണാൻ പറ്റുന്നത്. ഇനി ഈ ഒരു രണ്ട് ഇക്വേഷൻസ് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ളതാണ്. അൺഡിസ്റ്റർബ്ഡ് സോയിലാണെങ്കിൽ സി വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് ലിക്വിഡ് ലിമിറ്റ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഇനി പറയുന്നത്. അൺഡിസ്റ്റർബ്ഡ് സോയിലിന് സി ഈക്വൽ ടു 0.009 ലിക്വിഡ് ലിമിറ്റ് -10 ആൻഡ് ഫോർ റീമോൾഡഡ് സോയിൽ 0.007 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ് -10. അപ്പോൾ ഇത് പെക്ക് എന്നുള്ളൊരു സയൻറ്റിസ്റ്റ്, ടെർസാഗി ആൻഡ് പെക്ക് തന്നിട്ടുള്ളൊരു ഇംപിരിക്കൽ റിലേഷനാണ് ഈ പറയുന്ന രണ്ട് ഇക്വേഷൻസ് ഫോർ ക്ലേസ് ഓഫ് ലോ ടു മീഡിയം സെൻസിറ്റിവിറ്റി. ഓക്കെ, അതായത് സെൻസിറ്റിവിറ്റി വാല്യൂ <4 ആയിട്ടുള്ള കേസിൽ നമുക്ക് ഈ ഒരു രണ്ട് ഇക്വേഷൻസ് വഴി എന്ത് കണ്ടുപിടിക്കാം, അതിൻ്റെ കംപ്രഷൻ ഇൻഡെക്സ് എത്രയാണെന്നുള്ളത് കാണാം. അതേപോലെ നമുക്ക് വോയിഡ് റേഷ്യോ ആണ് അറിയുക, അല്ലെങ്കിൽ വാട്ടർ കണ്ടൻ്റ് ആണ് അറിയുകയെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഈ സി വാല്യൂ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇനി രണ്ട് ഇക്വേഷൻസിൽ തന്നിട്ടുള്ളത്. ഓക്കെ,
അതാണ് 0.54 ഇൻറ്റു ഇ നോട്ട് മൈനസ് 0.35 0.0054 ഇൻറ്റു 2.6 ഡബ്ല്യു നോട്ട് മൈനസ് 35. അവിടെ ഡബ്ല്യു നോട്ട് എന്ന് പറയുന്നത് വാട്ടർ കണ്ടൻറ്റാണ്, ഇ നോട്ട് എന്ന് പറയുന്നത് വോയിഡ് റേഷ്യോ. രണ്ടും ഇനീഷ്യലി ഉള്ള ഇ നോട്ട് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വോയിഡ് റേഷ്യോ, ഇത് വാട്ടർ കണ്ടൻറ്റ്, ഇൻസിറ്റു വാട്ടർ കണ്ടൻറ്റ്. ഓക്കെ, അതുപോലെ ഈ ഒരു ഇക്വേഷൻ നോക്കി വയ്ക്കുക. എ വി ഈക്വൽ ടു 0.435 സി സി ബൈ സിഗ്മ എ ബാർ. സിഗ്മ എ ബാർ എന്ന് പറയുന്നത് ആവറേജ് പ്രഷർ ഫോർ ദി ഇൻക്രിമെൻറ്റ്. അപ്പോൾ ഇത്ര ഇക്വേഷൻസ്, ഇപ്പം ഞാൻ കാണിച്ച അത്ര ഇക്വേഷൻസ് നിങ്ങളൊന്ന് ബോക്സിലാക്കിയിട്ടിട്ട് പഠിക്കുക. കാരണം നമുക്കിനി ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിത് ആവശ്യം വരും. ഓക്കെ, ഏതെങ്കിലുമൊക്കെ ഇക്വേഷൻസ് ആവശ്യം വരും.